ഹലോ എവ്രിവൺ, ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും കയ്യിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഗാഡ്ജറ്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് അവർക്ക് നമ്മൾ എഴുതി കാണിക്കുക, ഒരുപാട് വേർഡ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് എഴുതി കാണിക്കണം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം വൈറ്റ് ബോർഡ് ബാക്ക് സൈഡിൽ ഇതുപോലെ വൈറ്റ് ബോർഡ് യൂസ് ചെയ്തിട്ടാണ് എഴുതി കാണിച്ചത്. പക്ഷേ ഓൾറെഡി നമ്മൾ ക്യാമറ യൂസ് ചെയ്തത് ക്യാപ്ചർ ചെയ്യുമ്പം അതിൻ്റെ ക്വാളിറ്റി, വീഡിയോയുടെ ക്വാളിറ്റി പിന്നെയും കുറയുകയാണ്. അപ്പം എഴുതുന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് കാണണമെന്നില്ല, ബ്ലറായി പോകും, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഡിവൈസിലേക്ക് മാറിയത്. ഇതിലേക്ക് മാറിക്കഴിഞ്ഞപ്പം എന്താണ് ഗുണമുണ്ടായി എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്ക്രീനിൽ എഴുതുന്നത് അതുപോലെ തന്നെ ക്യാപ്ചർ ചെയ്ത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് നമുക്ക് സ്റ്റുഡൻസിന് അയക്കാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. നമ്മളൊരു സാധാരണ വൈറ്റ് ബോർഡിൽ എഴുതിയിട്ട് അതൊരു ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്യുന്നതിന് കഴിഞ്ഞും എത്രത്തോളം വളരെയധികം ക്വാളിറ്റി കൂടുതലായിരിക്കും നമ്മൾ സ്ക്രീനിൽ എഴുതുന്നത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം സ്ക്രീനിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് കുറേ സോഫ്റ്റ്വെയർസ്, വൈറ്റ് ബോർഡ് സോഫ്റ്റ്വെയർസ് പരിചയപ്പെടുത്തിയിരുന്നു. ആ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. പക്ഷേ അപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്തൊരു കാര്യം, നമുക്കിപ്പം മാത്സ് ഒക്കെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ സയൻസ് ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഒരുപാട് ഡയഗ്രാംസ് വരയ്ക്കാൻ കാണും, ഒരുപാട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ എഴുതാൻ വേണ്ടി കാണും. സോ അതൊക്കെ നമുക്ക് സാധാരണ മൗസ് അല്ലെങ്കിൽ ടച്ച് പാഡ് യൂസ് ചെയ്ത് സ്ക്രീനിൽ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ആ ഒരു സമയത്താണ് ഞാൻ ഈ പെൻ ടാബ് വാങ്ങിച്ചത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നൊരു പെൻ ടാബാണ്. പെൻ ടാബിൻ്റെ കമ്പനി എന്ന് പറയുന്നത് വേക്കോം എന്ന് പറയുന്നൊരു കമ്പനിയുടെ പെൻ ടാബാണ്. അതിൻ്റെ 1 by വേക്കോം എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇത് ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ ഇത് അവൈലബിൾ അല്ല, ഞാനിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ 2 വേർഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് ഒരു കുറച്ച് ലാർജ് വേർഷനും ഒന്നൊരു ചെറിയ വേർഷനും. അപ്പം ഞാനിത് കുറേ നാൾ ഇതിൻ്റെ കാർട്ടിൽ കിടന്നതാണ്. പക്ഷേ ഇതെനിക്ക് വാങ്ങിക്കണോ വേണ്ടേ എന്നുള്ളതൊരു ഭയങ്കര സംശയമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ചെറുത് വരുന്ന സൈസ് വരുന്ന 8.5 ഇഞ്ച്. അപ്പം ആ 8.5 ഇഞ്ച് ഉണ്ടെങ്കിലും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് കുറേ നാൾ ഞാൻ പർച്ചേസ് ചെയ്യാതിരുന്നൊരു പ്രൊഡക്റ്റാണ്. ഇനിഷ്യലി ഞാനത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കാർട്ടിലിട്ട സമയത്ത് ഏകദേശം 6,000 rupees ആയിരുന്നു ഈ പ്രൊഡക്റ്റിൻ്റെ റേറ്റ്. പക്ഷേ അതിനുശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു 4,000-ത്തിനടുത്ത് വന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. 3,000 സംതിങ്ങിൽ വന്ന ഒരു ടൈമിലാണ് ഞാനത് പർച്ചേസ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഇങ്ങനെ ഒരു പെൻജാബാണ്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് വേർഷൻ, ഈ ചെറിയ വേർഷനാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന് അത്യാവശ്യം വലിപ്പമുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല റെഡ് കളറൊക്കെ വന്നിട്ട് നല്ല കാണാനും നല്ലതാണ്. പിന്നെ ഇതിൻ്റെ സൈസ് വളരെ തിന്നാണ്. അതുപോലെ തന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ്. നമുക്കൊരു ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് ഷീറ്റ് പോലെ മാത്രമേ ഇത് എക്സ്പീരിയൻസ് ചെയ്തു. നമുക്ക് ഭയങ്കര ഹാൻഡി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെൻജാബാണിത്. എലോങ് വിത്ത് ദിസ് നമുക്കൊരു പെന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പെന്നും അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്. നമ്മളൊരു സാധാരണ പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്യുന്ന അതേ ഫീലിംഗ് ആണ് നമ്മൾ ഈ പെൻജാബിൽ എഴുതുമ്പോൾ. ചില പെൻജാബിനൊക്കെ നമുക്കിവിടെ വയർ കണക്ഷൻ ഉണ്ട്, ഒരു വയർ കണക്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ടായിരുന്നു. പക്ഷേ ഇത് വയേഴ്സ് ഒന്നുമില്ല, ബാറ്ററി ഒന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് ജസ്റ്റ് ലൈക്ക് നമ്മളൊരു പേന യൂസ് ചെയ്ത് എഴുതുന്ന പോലെ തന്നെ നമുക്ക് ഈ പെൻജാബിൽ എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൽ 2 സ്വിച്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുകളിലും താഴെയും ഓരോ സ്വിച്ചസ് ഉണ്ട്. ഈ 2 സ്വിച്ചസും നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്വിച്ചസിന് എന്ത് പ്രോപ്പർട്ടിയാണ് നമുക്ക് അസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ഈ പെൻജാബിൻ്റെ ഒരു ഡ്രൈവറുണ്ട്. ആ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ ടാബ് നോക്കുവാണെങ്കിൽ കാണാൻ ഇതിൽ ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ട്. ഞാൻ കുറച്ച് നാൾ ആഫ്റ്റർ ഒരു 1 month യൂസിന് ശേഷമാണ് ഞാൻ ആക്ച്വലി ഈ പ്രൊഡക്റ്റിനെ പറ്റി വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നന്നായിട്ട് എഴുതുമ്പോഴും ഒക്കെ നമുക്കതിൻ്റെ വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഈ ഡോട്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇവിടെ കാണുന്ന ഒരു ചെറിയ വേക്കോമിൻ്റെ ഒരു ചെറിയൊരു ഹോൾ പോലെ ഇതുണ്ട്. അത് നമ്മുടെ പെൻ ഹോൾഡറാണ്. നമുക്ക് ആഫ്റ്റർ യൂസ് ഈ പെന്നിങ്ങനെ ഹോൾഡ് ചെയ്ത് ഇതിനകത്ത് ഇങ്ങനെ വെക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് പോകുകയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പെൻ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ സെറ്റാക്കി വെക്കാം. അപ്പോൾ അത് പേന കാണാതെ പോകും എന്നുള്ള പേടിയും വേണ്ട. സോ ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. നമ്മൾ നമ്മുടെ പെൻ ടാബ് അതിനൊരു USB കേബിളാണ് വരുന്നത്. ഇത് കണ്ടോ, ഞാൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ USB കേബിളാണ്. അപ്പോൾ എൻ്റെ ലാപ്പിൽ ഇത് കണക്റ്റഡ് ആണ് കേട്ടോ. നമ്മൾ കണക്ട് ചെയ്യുമ്പം ഇവിടെ ഒരു ലൈറ്റ് കളയും, അപ്പോൾ ഇത് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുന്ന ആ സമയത്ത് തന്നെ അതൊരു പെൻജാബ് പോലെ വർക്ക് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ മൗസ് പോലെ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ആ മൗസിൻ്റെ പ്രോപ്പർട്ടി മാറ്റിയിട്ട് പെൻജാബിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് ഡ്രൈവർ യൂസ് ചെയ്ത് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് ലൈക്ക് നമ്മൾ ഫോണൊക്കെ നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുന്നത് പോലെ നമുക്കിത് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യും. ആദ്യം നമുക്ക് ടാബ്ലറ്റിൻ്റെ പ്രോപ്പർട്ടീസ് അസൈൻ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് ജസ്റ്റ് വേക്കോം എന്ന്
ടൈപ്പ് ചെയ്താൽ മതി വേക്കോം ടാബ്ലറ്റ് ഡ്രൈവർ. സോ ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തുകൊണ്ട് എൻ്റെ ടൈം ലൈനിൽ അത് കിടപ്പുണ്ട്. വേക്കോം ടാബ്ലറ്റ് ഡ്രൈവർ എടുക്കുക, ഡ്രൈവേഴ്സ് വേക്കോം അല്ലെങ്കിൽ wacom.com എന്ന് പറയുന്ന സൈറ്റിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഡ്രൈവർ എടുത്താലും മതി. ജസ്റ്റ് നമ്മൾ വേക്കോം ടാബ്ലറ്റ് ഡ്രൈവർ എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഡ്രൈവേഴ്സ് വേക്കോം എന്ന് പറഞ്ഞ ഈ ഒരു പേജ് വരും. അത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു സ്ക്രീൻ കിട്ടും. അതിൽ പ്രൊഡക്റ്റ് റിസോഴ്സസ്, സെർച്ച് ചെയ്യുക പ്രൊഡക്റ്റ് റിസോഴ്സ് വരും. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സെലക്ട് പ്രൊഡക്റ്റ് കാറ്റഗറി ടു ഗെറ്റ് സ്റ്റാർട്ട്. അതിനകത്ത് പെൻ ടാബ്ലറ്റ്സ്, സ്മാർട്ട് പാർട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പെൻ ടാബ്ലറ്റ്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനകത്ത് പെൻ ടാബ്ലറ്റ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെലക്ട് പ്രൊഡക്റ്റ്. ഇതിനകത്ത് Wacom ഇൻഡസ് പ്രോ സ്മോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 1 Wacom ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പം നമ്മൾ ആദ്യം 1 Wacom 2017 ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ ഡ്രൈവേഴ്സ് നമ്മുടെ മാക് OS ഡ്രൈവറുണ്ട്, വിൻഡോസിൻ്റെ ഡ്രൈവറുണ്ട്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വിൻഡോസ് ആയതുകൊണ്ട് അതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഡൗൺലോഡ് വിൻഡോസ് ഡ്രൈവർ കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഡൗൺലോഡ് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആയിക്കോളും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വീണ്ടും ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഇനി ഡൗൺലോഡ് ചെയ്ത് ആ ഡ്രൈവർ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് Wacom ടാബ്ലറ്റിൻ്റെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഡ്രൈവർ. ഇതിനകത്ത് ടാബ്ലറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ പെന്നാണ്, അതിൻ്റെ ടിപ്പ് ഫീൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറണ്ട് പ്രഷർ. ഇപ്പം ഞാൻ ഇതിൽ പെൻ ഉപയോഗിച്ച് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോകണം. ഞാൻ ഓൾറെഡി എൻ്റെ പെൻ ടാബ് കണക്റ്റഡ് ആണ്. ഞാനതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കറണ്ട് പ്രഷർ കണ്ടോ, ഇത് പ്രഷർ സെൻസിറ്റീവ് ആണ്. അത് ഞാൻ ഫോട്ടോഷോപ്പിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ സ്ക്രീനാണ്. ഞാനിവിടെ ജെൻറ്റിലായി എന്തെങ്കിലും എഴുതാൻ പോവാണ്. നമ്മൾ ജെൻറ്റിലായിട്ട് എഴുതുമ്പോൾ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഞാൻ കുറച്ചുകൂടെ ഹാർഡായിട്ട് എഴുതാൻ നോക്കാം. അപ്പം ഞാൻ ഈ പെന്നിൻ്റെ അല്ലെങ്കിൽ ഈ ബ്രഷ് ടൂളിൻ്റെ ഹാർഡ്നെസ് ഒന്നും മാറ്റിയിട്ടില്ല, തിക്നെസ് ഒന്നും മാറ്റിയിട്ടില്ല. ജസ്റ്റ് ഞാൻ പെൻ ടാബിൽ പ്രഷർ കൂടുതൽ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ആ ലൈൻ തിക്കായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ നിന്നൊരു ലൈൻ വരച്ച് കാണിക്കാം. അപ്പം എൻ്റെ ബിഗിനിങ് ഞാൻ ജെൻറ്റിലായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പതുക്കെ ഞാൻ അതിൻ്റെ പ്രഷർ കൂട്ടിക്കൊണ്ട് വരാം. അപ്പം നമുക്ക് ആ ലൈനിലെ തിക്നെസ്സിലുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാനിപ്പം ഭയങ്കര ജെൻറ്റിലാണ്, ഞാൻ കുറച്ചുകൂടെ ഹാർഡർ ആക്കുവാണ്. ഞാൻ വീണ്ടും ഹാർഡർ ആക്കുന്നതനുസരിച്ച് നോക്കൂ. യെസ്, ഇതാണ് അതിൻ്റെ പ്രഷർ സെൻസിറ്റിവിറ്റി. നമ്മൾ എത്ര പ്രഷർ കൊടുത്ത് എഴുതുന്നോ അതനുസരിച്ച്. അപ്പം നമ്മൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടോ അങ്ങനെയാണ് അതിൻ്റെ പ്രഷർ സെൻസിറ്റിവിറ്റി വർക്ക് ചെയ്യുന്നത്. വളരെ നന്നായിട്ട് ഇപ്പം നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ഡിജിറ്റൽ പെയിൻറ്റിങ്ങും അങ്ങനത്തെ ആർട്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ജെൻ്റലി ഒന്ന് ടച്ച് ചെയ്യാൻ പോവാണ്. അപ്പം കറണ്ട് പ്രഷർ വളരെ ചെറുതാണ് കാണിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ ഹാർഡായിട്ട് ടച്ച് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ പ്രഷർ കാണിക്കുന്നുണ്ട്. ഇനി ടിപ്പ് ഡബിൾ ക്ലിക്ക് ഡിസ്റ്റൻസ്, അതായത് നമുക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യാനൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു മൗസ് പോലെയാണ് വർക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ടിപ്പ് ഡബിൾ ക്ലിക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മുടെ പെന്നിൻ്റെ 2 ബട്ടൺസ് ഉണ്ട്. അതിൽ ബട്ടൺസ് ഏത് വേണമെന്ന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ താഴത്തെ ബട്ടണാണ് എനിക്ക് സ്ക്രോൾ വേണ്ടത്, അതുകൊണ്ട് ഞാൻ അവിടെ സ്ക്രോൾ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ബട്ടൺ എനിക്ക് റൈറ്റ് ക്ലിക്കാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ റൈറ്റ് ക്ലിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും മാറ്റി കൊടുക്കാൻ വേണ്ടി സാധിക്കും. സ്ക്രോൾ മാറ്റി വേറെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിംഗ് ആണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്താണ് നമ്മുടെ പെൻ ഡ്രൈവും നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അല്ല കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനും തമ്മിലുള്ള അലൈൻമെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇതിൽ ഒരു അടയാളമായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പെൻ ഹോൾഡറാണ്. പെൻ ഹോൾഡർ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിലാണ് എൻ്റെ പെൻ ലാബ് ഞാൻ അസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഈ പെൻ ഹോൾഡറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ USB കണക്ട് ചെയ്യുന്നത്. എൻ്റെ ലാപ്ടോപ്പിൻ്റെ USB സ്ലോട്ട് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ റൈറ്റ് സൈഡിലാണെങ്കിൽ എനിക്ക് ആ വയർ ഡിസ്റ്റർബൻസ് ഇല്ലാതെ നൈസായിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റണമെങ്കിൽ ഇവിടെ ഓറിയൻറ്റേഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ മാറ്റി കൊടുക്കുക. എൻ്റെ ലാൻഡ്സ്കേപ്പ് ഫ്ലിപ്ഡ് ആണിപ്പോൾ, വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പ് പോർട്രൈറ്റ് ഫ്ലിപ്ഡ് കൊടുക്കാം. അപ്പം നമ്മുടെ USB കേബിൾ സ്ലോട്ട് താഴെയും പെൻ ഹോൾഡർ മുകളിലേക്കും വരുന്ന രീതിയിലായിരിക്കും പിന്നെ അലൈൻ ചെയ്തിരിക്കുക. അപ്പം നമുക്ക് ഇഷ്ടമനുസരിച്ച് നമ്മുടെ പെൻ ടാബിനെ മാപ്പിംഗ് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കി കുറേ പ്രോപ്പർട്ടീസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻ ഏരിയ, പോർഷൻ, മോണിറ്റർ അങ്ങനെയാണ്. അപ്പം ഞാനത് ഫുള്ളാണ് കൊടുത്തിരിക്കുന്നത്, കാരണം എനിക്കത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം, അതുകൊണ്ട് ഫുള്ളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ടാബ്ലറ്റ് ഏരിയ എന്തേരമാണ് യൂസ് ചെയ്യേണ്ടത് അതും ഞാൻ ഫുള്ളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം സ്ക്രീൻ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ എത്രത്തോളം ഏരിയ
നമ്മുടെ പെൻ ടാബ്ലറ്റ് കവർ ചെയ്യണം എന്നുള്ളതും ടാബ്ലറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ടാബ്ലറ്റിൻ്റെ എത്രത്തോളം ഏരിയ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ടാബ്ലറ്റ് ഏരിയ പോർഷൻ ഞാൻ കാണിച്ചു തരാം. പോർഷൻ കാണിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇതുണ്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഏരിയ മാത്രമേ പിന്നീട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് അത്രയും വേണ്ടല്ലോ, നമുക്ക് ഫുൾ ടാബ്ലറ്റ് യൂസ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് സാധാരണ നമ്മൾ ഫുള്ളാണ് കൊടുക്കാറ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ മോഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ, പെൻ മൗസ്. ഇത് മൗസിൽ കൊടുത്താൽ നമുക്ക് ഫ്രീ ആയിട്ട് എഴുതാനൊന്നും സാധിക്കില്ല, കാരണം അത് മൗസ് പോലെ മാത്രമേ അത് വർക്ക് ആകത്തുള്ളൂ. ഇപ്പോൾ പെന്നാണെങ്കിൽ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പെൻ കൊടുക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പെൻ ടാബിൻ്റെ ഏത് പോർഷനിൽ ക്ലിക്ക് ചെയ്യുമോ ആ പോർഷനിലേക്ക് കഴ്സർ വരും. ഇനി മൗസായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സാധാരണ മൗസ് യൂസ് ചെയ്യുന്ന പോലെ ഡ്രാഗ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾക്കൊരു വൈറ്റ് ബോർഡ് സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സൊക്കെ വരയ്ക്കാനൊക്കെ ആണെങ്കിൽ പെൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ടീച്ചേഴ്സൊക്കെ കൂടുതലും ഈ മോഡ് പെന്നിലിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പെൻ ടാബ്ലറ്റിൻ്റെ പ്രത്യേകതകൾ. ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്ന എല്ലാ ടീച്ചേഴ്സും തീർച്ചയായും ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം. നിങ്ങളുടെ ക്ലാസ് കൂടുതൽ ഇൻട്രാക്റ്റീവ് ആക്കിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ സിമ്പിളാണ്. സോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.